ഹായ്, ഇന്ന് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. കേക്ക് ഉണ്ടാക്കാൻ ഞാൻ ആദ്യം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് 2 ഓറഞ്ച് എടുത്തിട്ട് വെള്ളം ചേർക്കാണ്ട് കുരു കളഞ്ഞ് പിഴിഞ്ഞ് ജ്യൂസ് ആക്കി വെച്ചതാണ്. അതിലേക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തിട്ടുണ്ട് കേട്ടോ. കാഷ്യൂവും ബദാമും മാത്രം മാറ്റി വെച്ചു. ബാക്കിയെല്ലാം ഉണക്കമുന്തിരിയിൽ പച്ചയും കറുപ്പും ചേർത്തു. പിന്നെ ചെറി ഉണ്ടായിരുന്നത് അതും ചേർത്തു. ഈത്തപ്പഴം, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഇത്രയാണ് ഞാൻ ചേർത്തത്. ചേർത്ത് അടച്ചു വെച്ചു. ഒരാഴ്ചയൊക്കെ മിക്സാക്കി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പക്ഷെ ഞാൻ 2 ദിവസം ആക്കി വെച്ചിട്ടുണ്ടായുള്ളൂ. അത് പിന്നെ കേക്കിൽ ചേർക്കാൻ സമയത്ത് കേക്ക് ഉണ്ടാക്കാൻ സമയത്ത് ഞാനത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് കാഷ്യൂവും ബദാമും മിക്സാക്കി. ബദാമും കാഷ്യൂവും ചേർത്തതിന് ശേഷം കുറച്ച് 2 ടീസ്പൂണ് മൈദ എടുത്തിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അത് പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ട് കേക്കിൻ്റെ താഴോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഞാൻ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തു. പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കറുത്ത കളറിൽ വരും, ഒരു ബ്രൗൺ കളറാകും. അപ്പോൾ അതൊന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എത്രയാണോ കളർ വേണ്ടതെന്ന് വെച്ചാൽ അത് അപ്പോൾ ഓഫാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. അതവിടെ കിടന്ന് ചൂടാവട്ടെ. എന്നിട്ട് പഞ്ചസാരയിൽ ഞാൻ 1/4 കപ്പ് പഞ്ചസാരയും അതിലേക്ക് ഒരു കറുവപ്പട്ട, 3 ഗ്രാമ്പു, ചുക്ക് ഇട്ട് പൊടിച്ചെടുത്തു. അതിനുശേഷം ഞാൻ 4 മുട്ടയെടുത്തു. മുട്ടയെ ബീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരു നുള്ളു ഉപ്പും വാനില എസൻസും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച ഈ പഞ്ചസാര ഉണ്ടല്ലോ, അത് കുറച്ചായിട്ടിട്ട് വീണ്ടും ബീറ്റ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ മൈദ മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. മൈദയിൽ ഞാൻ ഇന്ന് ബേക്കിംഗ് പൗഡർ മാത്രമേ ഇടുന്നത്, ബേക്കിംഗ് സോഡ ഇടുന്നില്ല കേട്ടോ. നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി. ഒന്നും കൂടെ മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ കേക്കിന് കുറച്ചും കൂടി ഒരു സ്പോഞ്ചായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പയിൽ അരിച്ചെടുത്തിട്ടാണ് ഇളക്കുന്നത്. കുറച്ചിട്ടിട്ട് ഇളക്കിയാൽ മതി, നന്നായിട്ട് മിക്സായി കിട്ടിക്കോളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ചൂടാറാൻ വെച്ച പഞ്ചസാര ലായനി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ബാറ്ററി താഴ്ന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പതുക്കേനായിട്ട് ഇളക്കുക. അതിനുശേഷം ഡ്രൈ ഫ്രൂട്ട്സ് മൈദയിലൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം ഇടുക. കുറച്ചായിട്ടിട്ട് ഇളക്കുക. ഞാൻ 1.5 കപ്പ് മൈദയാണ് കേട്ടോ അതിലേക്ക് എടുത്തേക്കുന്നത്. 4 മുട്ട, ആ 4 മുട്ടയും കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മിക്സാക്കിയിട്ടുണ്ട്. അത് മിക്സായതിന് ശേഷം ഞാൻ എടുത്തേക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി ഒരു 2 സ്പൂൺ എടുത്തിട്ടുള്ളൂ. അത് ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സാക്കുക. വിനാഗിരിയും ലാസ്റ്റ് ഒഴിച്ചാൽ മതി. നമ്മൾ പാനിലേക്ക് മിക്സ് ഒഴിക്കുന്നതിന് മുന്നേ ഒഴിച്ചാൽ മതി. ഒഴിച്ചതിന് ശേഷം ഇളക്കിയിട്ട് നമ്മൾ പാനിലേക്ക് ഒഴിച്ചു. പാനിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തു. അതിൻ്റെ എയർ ബബിളൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഞാൻ മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാണാനുള്ളൊരു ഭംഗിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട്. ഓവന് ഞാൻ പ്രീ ഹീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലൊന്ന് പോയിട്ട് പ്രീ ഹീറ്റാക്കി ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മിക്സ് അതിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ ഓവനിൽ ഞാനും 160 ഡിഗ്രിയിൽ ആദ്യം 30 മിനിറ്റ് വെച്ചു. പക്ഷേ അത് വെന്തിട്ടില്ലായിരുന്നു. ഞാൻ എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ വെച്ചിട്ട് 160 ഡിഗ്രി ടെമ്പറേച്ചറിൽ തന്നെ കേട്ടോ വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെന്തോ ഇല്ല എന്നുള്ളത് നോക്കുകയാണ്. നമ്മൾ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഈർക്കിൽ വെച്ചിട്ടോ പപ്പടക്കോല് വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ച് നോക്കുക. അപ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തു എന്നർത്ഥം. അപ്പോൾ അതങ്ങനെ എടുക്കാം. ഓവൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കേക്കൊക്കെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്കി ശിവദേവ് ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കിയിട്ടാ, അവനിഷ്ടമായി.
ഞാനെടുത്തത് കഴിച്ച് നോക്കിയിട്ടുണ്ട്. സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെ ഒന്ന് കേക്ക് ഉണ്ടാക്കി നോക്കിയത് അടിപൊളിയാണ്. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക.